ഓയിലിന്റെ വില കുറയുമ്പോ ഈ സാധനങ്ങളുടെ ഒക്കെ വില കുറയേണ്ടതാ. പക്ഷെ ഇവിടെ അത് കുറയാനേ പോകുന്നില്ല. ആ, അതുപോലെ വണ്ടിയുടെ ടയർ ഉണ്ടാക്കുന്നത് റബ്ബർ ഉപയോഗിച്ച. റബ്ബറിന്റെ വില ദിവസവും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ടയറിന്റെ വില അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. നാരങ്ങയുടെയും പഞ്ചസാരയുടെയും ഒക്കെ വില കുറഞ്ഞാലും നാരങ്ങ വെള്ളത്തിന്റെ വില കൂടുന്നത് പോലെയാണ് ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോ പെട്രോളിനും ഡീസലിനും ഒക്കെ ഇങ്ങനെ വില കൂടുന്നത്. സാർ കാറിൽ കയറില്ലല്ലോ. കാർ ഓടിക്കുമ്പോൾ പെട്രോൾ കത്തി പുറത്തു വരുന്ന കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുമല്ലോ. തീർച്ചയായും. മാത്രമല്ല പെട്രോളിന്റെ വില ഇന്നലെ പിന്നെയും കൂടിയതായിട്ട് ശിവൻകുട്ടി അറിഞ്ഞു കാണുമല്ലോ. ഇനിയുള്ള കാലം നമ്മൾ പെട്രോളും ഡീസലും പാചകവാതകവും പോലുള്ള ഇന്ധനങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. അതെ, സാറ് പറയുന്നത് കാര്യം. ആ, ശിവൻകുട്ടിക്ക് ബുദ്ധിയും ലോകവിവരമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായി. പക്ഷേ യാതൊരു വിവരവുമില്ലാത്ത ചില പമ്പര വിഡ്ഢികൾ ഞാൻ പറയുന്നതിനെ പുച്ഛിച്ചു തള്ളുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു അവസരം പഠിക്കും. അതിവിടെ പറഞ്ഞ ഇതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലടാ. മോഹനകൃഷ്ണൻ സാറിനെ സുഖിപ്പിക്കാൻ വേണ്ടി വെറുതെ തട്ടിവിട്ടതാ. ഓ, സാറ് വന്ന് സ്ഥലം അളന്നിട്ട് പോകുന്നതിന് എനിക്ക് 10 പൈസയുടെ ചെലവില്ല. സാറിന് വണ്ടി വേണ്ട, അളക്കുന്നതിന് ഫീസും വേണ്ട. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാറിന് ശരിക്കും ഒന്ന് പൂഴ്ത്തണം. വീട്ടിൽ ഗ്യാസിന് പകരം വിറക കത്തിക്കുന്നത് പറഞ്ഞാൽ സാറിന് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ പെണ്ണിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ തന്തയ്ക്ക് വിളിക്കില്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും പെണ്ണുങ്ങൾ വിറകടുപ്പ് കത്തിക്കോ? ശിവൻകുട്ടി അറിയാമോ? ഏത് ശിവൻകുട്ടി? ഇപ്പോ എന്നെ ഫോൺ ചെയ്ത ശിവൻകുട്ടി. എനിക്കറിഞ്ഞൂടാ. ശിവൻകുട്ടി ടൗണിൽ പല പല ബിസിനസ്സുകൾ നടത്തുന്ന ഒരാളാണ്. ഇഷ്ടം പോലെ കാശുണ്ട് കയ്യിൽ. പക്ഷേ നിന്നെ പോലുള്ള പരിഷ്കാരികൾ കാണിക്കുന്ന ഒരു ധൂർത്തും ശിവൻകുട്ടി കാണിക്കില്ല. ശിവൻകുട്ടി അയാളുടെ ഭൂമി അളക്കുന്ന കാര്യം പറയാനായിട്ട് ഇന്നലെ വില്ലേജ് ഓഫീസിൽ വന്നിരുന്നു. ഇവിടെ തന്നെ അടുപ്പൂട്ടത്. അതല്ലേ നേരത്തെ പറഞ്ഞത്. ഇവിടെ ആകുമ്പോ നല്ല തണലുണ്ട്. പിന്നെ ഒരിത്തിരി വെള്ളം ചൂടാക്കി കഴിഞ്ഞ് സാറിന്റെ പന്തയം കഴിഞ്ഞു കേട്ടാ. അതിനിപ്പോ തണലിന്റെ ആവശ്യം തോന്നുന്നു. വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ ഞാൻ ജയിച്ചു എന്നുള്ളത് നേരാ. പക്ഷെ അത്രയും ആയി കഴിഞ്ഞാൽ ഈ അടുപ്പിൽ തന്നെ ഭാമയെ കൊണ്ട് ചോറും വെപ്പിക്കാമല്ലോ. അതുകൊണ്ട് സ്ഥിരമായ എന്നേക്കുമായിട്ടുള്ള ഒരു അടുപ്പാണ് വേണ്ടത്. സാറേ, ഇതൊന്നും നടപ്പുള്ള കാര്യമല്ലേ? ഇനി അങ്ങോട്ട് ഗ്യാസ് കത്തിച്ചേ പാചകം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തേക്ക് ഇവിടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കിയാലും വക്കീല് നാളെ അടുക്കളയിൽ തന്നെ കയറും. അങ്ങനെ അടുക്കള കയറി അവള് വിവരം അറിയും. കുറച്ച് വേറെ എടുത്തോണ്ടാ. എവിടെന്ന്? ഈ പറമ്പിൽ ഇഷ്ടം പോലെ ചുള്ളി കമ്പ് കിടപ്പുണ്ട്. പോയി എടുത്തോണ്ടാ മതി. ഹലോ, ആ പ്രഭാര പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ആണാ? അത് ശരി. അതെ, കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട, അത് ഉത്തമേറ്റു. മോഹനേട് സാറ് വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? ഇന്നോ? ഇന്ന് ഇനിയിപ്പോ സാറ് സ്ഥലം നോക്കാൻ വരുമെന്ന് തോന്നുന്നില്ല. ഓഫീസിലിട്ട് പോണ വഴിയാ? ഒരു കാര്യം ചെയ്, ഞാൻ മോഹനേട് സാറിന്റെ വീടിന്റെ അടുത്തുണ്ട്. ഞാൻ സാറിന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്തേ? അയ്യോ, ഫോൺ വിളിച്ച് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത്തരം കാര്യങ്ങൾ നേരിട്ട് പറയുന്നതാണ് എന്റെ ശരി. ഞാൻ നോക്കട്ടെ. ശരി. എന്തായാലും അടുപ്പും കൂട്ടിക്കൊടുത്തു, വിറകും പറക്കി കൊടുത്തു. ഇനിയൊരു കാര്യം പറഞ്ഞ സാറ് എതിര് പറയൂല. അങ്ങോട്ട് എന്നെ പോവാ. സാറേ, മോനെ സാറേ, വെള്ളം തിളപ്പിക്കൽ എന്തായോ എന്ത്. പോയിപ്പോ തെക്കുംപുറത്തെ പ്രഭാരം എന്നെ വിളിച്ചു. അവന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം മോഹനേട് സാറിന്റെ അടുത്തൊന്ന് പറയണം എന്നവൻ പറഞ്ഞു. ഫോൺ വിളിച്ച് പറഞ്ഞ സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നേരിട്ടൊന്ന് പറയാന്ന് വിചാരിച്ചു. അതെന്തായാലും നന്നായി ഉത്തമ. മോഹനേട്ടൻ അകത്തുണ്ട്, ആരോടോ ഫോൺ സംസാരിച്ചോണ്ടിരിക്ക. ചെന്നാ മതി. ശരി ശരി. അല്ല പിന്നെ വക്കീലേ, അടുപ്പിന്റെ കാര്യം എന്തായി? സാർ വെള്ളം തിളപ്പിച്ചില്ലേ?
തിളപ്പിച്ചോന്നോ? ജീവിതത്തിൽ ആദ്യമായിട്ട് മോഹനേട്ടൻ അടുപ്പൂട്ടി ഒരു കാര്യം ചെയ്തതല്ലേ? അത് വൻ വിജയമായിരുന്നു.